ഹലോ ഗൈസ്, ദിസ് ഇസ് ടുഡേ ഫോർ ഓഫ് ഡോക്യുമെൻറ്റിങ്. നമ്മുടെ അമ്മയുണ്ട്, അമ്മയും അമ്മയുടെ ഫ്രണ്ടും നമ്മളെല്ലാം കൂടി സൊസൈറ്റി ലേഡീസ് എല്ലാം കൂടി ഇന്ന് കായൽവാരം കാണാൻ പോവാണ്. അമ്മ എക്സൈറ്റഡ് ആണോ അമ്മ? ഒരാളിവിടെ ഉണ്ട്. ഇതാണ് സിലിക്കുട്ടി ആൻറ്റി, ഹായ് പറയൂ. ഇതാണ് ജാസി, ഹായ് പറയൂ. ബംഗറങ്ങൾ ഇവിടെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഗൈസ്. എന്താ അവിടെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നോ? പാവയ്ക്ക കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളൊരു ഹായ് പറയൂ. ഇവിടെയാണ് നമ്മുടെ പുതിയ പള്ളി വരാൻ പോകുന്നത്. പള്ളിയൊക്കെ ഇവിടെ പൊളിച്ചിട്ടേക്കാണ്. ഇപ്പോൾ അവിടെയാണ് കുർബാന നടക്കുന്നത്. നമ്മൾ കായൽവാരത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. അടുത്ത സ്ഥലത്തേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ രണ്ട് പട്ടികൾ കിടന്നത് ഭയങ്കര ചുമ്മാ വരച്ച് കിടക്കുന്നത്. ഇത് നല്ല രസമുണ്ട്. ഇത് അവിടെ ഒരു കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, താറാവിനെയൊക്കെ വളർത്താൻ. വന്നിട്ട് തേങ്ങ കുലുക്കുന്നുണ്ടോ നോക്കുവാണ്. ഇവിടെ കായലുവാരത്തുള്ള തേങ്ങയൊക്കെ മോഷ്ടിച്ചോണ്ട് പോവാൻ കുലുക്കുന്നുണ്ടോ? അപ്പൊ അത് എടുത്തു. അതിനി ഇവിടെ ആർക്കും ഇല്ല. അടുത്ത വ്ളോഗ് സിലിക്കുട്ടി ആൻറ്റിക്ക് എടുക്കാനൊരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയൂ. അഷ്ടമുടി കായലിന്റെ തീരത്ത് നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അവിടെ വിദൂരതയിൽ കാണുന്നതാണ് ബൈപ്പാസ് റോഡ്. ആൻഡ് ഇതോ അവിടെ മറ്റേ വന്ന സൊസൈറ്റി ലേഡീസൊക്കെ നിൽപ്പുണ്ട്. അമ്മ എവിടെന്നെങ്കിലുമൊക്കെ ഇനിയും കായും പൂവൊക്കെ കിട്ടുക എന്ന് നോക്കി നിൽക്കുവാണ് അമ്മ. ഇവിടെ എന്ത് രസമാണെന്ന് അറിയോ, ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇവിടെ പക്ഷെ വലിയ ആഴമൊന്നും ഇല്ലെന്നാ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കക്ക വാരുന്നവരൊക്കെ ഇറങ്ങി കക്കയൊക്കെ വാരുന്ന സ്ഥലം. അപ്പോൾ വലിയ ആഴമൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ആകാം. ഈ അമ്മ സൊസൈറ്റി ലേഡി ഇതാ വീണ്ടും വരുന്നുണ്ട്. സൊസൈറ്റി ലേഡി വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ചൂടത്ത് നമ്മൾ വീട്ടിൽ ഇരുന്ന് പുഴുങ്ങുമായിരുന്നു. നമ്മൾ പുഴുങ്ങി എടുക്കാം ആ അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ഞങ്ങളുടെ ഇഷ്ടംപോലെ ഇതാ കല്ലുമക്കയുടെ തോടാണ്. അതിൻ്റെ സൗണ്ട്. ഇവിടെ നിന്ന് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ചാടണം. ഇവിടെ ചാടി ഉരുണ്ട് വീഴണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഭയങ്കര രസം. നമ്മൾ വീട്ടിൽ നിന്ന് പുഴുങ്ങാതെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന എല്ലാ ദിവസവും നിൽക്കുവാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അമ്മ പാട്ട് അടുത്ത അമ്മയുടെ പാട്ട്. കമോൺ, അടുത്ത പാട്ട്. വാവ്, പാടിക്കോ. വല വിരിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അത് എടുക്കാൻ വേണ്ടിയിട്ട് വളർത്തി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ കണ്ടച്ചിറയിൽ വേറെ കായൽവാരം ഉണ്ട്. നമുക്ക് ഒരു ദിവസം അവിടെയൊക്കെ വരണം. അമ്മ നാളെ വരുമോ? ഇങ്ങോട്ട് നോക്ക്. യെസ്, നമ്മൾ മറ്റേ വന്ന് 2-3 പിള്ളേർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈവാന, പൊന്നു, നമ്മൾ അവരൊക്കെ ആയിട്ട് നമ്മളിനി നെക്സ്റ്റ് കായൽവാരം വിസിറ്റ് ചെയ്യാനായിട്ട് വരും ഗായ്സ്. ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം തന്നെ വരണം എന്നാണ് ആഗ്രഹം. അടുത്ത വേറെ സൂപ്പർ കായൽവാരം ഉണ്ട് നമ്മുടെ കണ്ടച്ചിറ ദേശത്ത്. അയ്യോ, സാഹസികമായി മുള്ളും കല്ലും നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ പോവുകയാണ് ഗായ്സ്. നമുക്ക് ഈ വീട്ടിൽ ആൻറ്റി 4 മാങ്ങ തന്നിട്ടുണ്ട്. ശ്രുതിയെ കണ്ടിട്ടുണ്ട്. ശ്രുതി ഹായ് പറയൂ. ഇതെൻ്റെ ബ്ലോഗാണ്. എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പം കുടുംബിനിയായിട്ട് ഇതാ ചപ്പാത്തിയൊക്കെ മേടിച്ചത്. ചപ്പാത്തി മുട്ടായല്ലോ. അതാ ശ്രുതി ഹായ് പറഞ്ഞിട്ട് പോ. ശ്രുതി ഹായ്. ശ്രുതി 7 മണിക്ക് കായൽവാര സന്ദർശനം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കയറുവാണ് ഗായ്സ്. ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ. See you on the next vlog. Bye.